യൂട്യൂബ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ സ്ക്രാപ്പ് കടയിൽ നിന്ന് ഒരു 300 രൂപയ്ക്ക് ഒരു ഹോം തിയേറ്റർ എടുത്തായിരുന്നു. അപ്പോൾ ആ ഹോം തിയേറ്ററിൻ്റെ ബോഡി കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ ആകെ പോയതാണ്. അപ്പോൾ അതിനൊരു ബോക്സ് നമ്മൾ ചെയ്യണമെന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോണേണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആണ് ഇപ്പോൾ നടക്കാൻ പോണത്. അപ്പോൾ കട്ടിങ്ങിൻ്റെ അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16.5 ഇഞ്ച് 42 സെന്റിമീറ്റർ 16.5 ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തേക്കുന്നത്. ബാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞുതരാം. ആ കട്ടിങ് കാണാം നമുക്ക് എങ്ങനെയാണ്. അപ്പൊ നമ്മള് വീതി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നീളം കട്ട് ചെയ്യാൻ പോണേണ്. 37 സെന്റിമീറ്ററിലാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പൊ 37 സെന്റിമീറ്ററിന്റെ 2 പീസ് വേണം. അപ്പൊ അത് കട്ട് ചെയ്യണം നോക്കാം. അപ്പൊ നമ്മുടെ കട്ടിങ് വേണ്ട പീസിന്റെ ഒരു പീസ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ച് കണക്കാണ് പറയണത്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. 16 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീതി എടുത്തേക്കണത് 37 സെന്റിമീറ്റർ ആണ്. 14.5 ഒരു നൂല്. അപ്പൊ നമ്മ ഒരു നൂല് കയറ്റി എടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് വാനം പോയിട്ട് കറക്റ്റ് കട്ടിങ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒരു നൂല് കയറ്റി എടുക്കുന്നത്. അപ്പൊ ഇതേപോലെ ഇനി 2 പീസ് വേണം. അപ്പൊ ആ 2 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മള് ആ 2 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗത്തുള്ള കട്ടിങ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമ്മ എളുപ്പത്തിൽ പറയണെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചിന് 2 നൂല് കുറവ്. അപ്പൊ അതാണ് ഇനി ഈ കട്ടിങ്. അപ്പൊ ഈ 8 ഇഞ്ചിന് 2 നൂല് എന്ന് പറയുന്ന കട്ടിങ്ങിലുള്ള പീസ് നമുക്ക് 2 എണ്ണം വേണം. ഇനി അപ്പൊ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് വേണ്ട അപ്പൊ 4 പീസുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്ക് സൈഡിലോട്ടുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി കാണിക്കാം. അപ്പൊ എല്ലാം കൂടി കാണിക്കാം, മൊത്തം എത്ര പീസ് കട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അത് വീഡിയോസിൽ കാണിച്ചു തരാം. ഇത് ബോക്സ് ആക്കാൻ പോണാണ്. അപ്പൊ ബോക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് ഒരു സ്ക്വയർ ടൈപ്പ് ബോക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിത് ഒരാളുടെ സഹായം ഇല്ലാതെ ഇത് ബോക്സ് ആക്കാൻ പറ്റൂല. നമ്മുടെ ക്യാമറമാൻ എന്തായാലും വേണം ഹെൽപ്പിന്. അപ്പൊ ഇത് ബോക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബോക്സിന്റെ പരിപാടി അപ്പൊ ബോക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇങ്ങനത്തെ 3 പീസാണ് കട്ട് ചെയ്തത്. ഉള്ളിലൊരു പീസ്, ഈ പുറത്തൊരു പീസ്, ബാക്ക് സൈഡിലൊരു പീസ്. ഇനി വന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സ്പീക്കർ വെക്കാനായിട്ട് റൗണ്ടിൽ ഹോൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് ഏറ്റവും ബാക്ക് സൈഡിൽ പീസ് കൊണ്ട് കവർ ചെയ്യും. അപ്പം അത് ഇനി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്പീക്കറിനുള്ള ഹോള് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. വീഡിയോ എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയാൻ പാടില്ല. നാളെ നമുക്ക് വർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെക്കണേന്. അപ്പോൾ അത് ഹോള് കട്ട് ചെയ്യണത് കാണാൻ ഇങ്ങനെയാണ്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും.
അപ്പൊ സ്പീക്കറിന്റെ ഹോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സ്പീക്കർ വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്യരുത്. അതിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചെപ്പോഴും കട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ സ്പീക്കറിനും അങ്ങനെ ആയിരിക്കില്ല. അതിന്റെ അളവിലും കുറച്ച് ചെറുതായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവണം. അതേപോലെയാണ് ഇപ്പൊ കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് കട്ടിങ് കഴിഞ്ഞാലുള്ള ഇതിന്റെ. ഇനി ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിലേക്ക് കയറ്റാന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഹായ്, അപ്പൊ നമ്മള് ഇന്നലെ ഇതിന്റെ ഫിനിഷിങ് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മഴയായിരുന്നു, കാലാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുട്ട്. അപ്പൊ ആ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എന്തോരം കാണാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം ഇതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ അത് ചെയ്തില്ല. ഇന്നിപ്പോ നമ്മുടെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിങ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കാം, നമ്മ കമ്പനി മോഡലില് ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. ബാക്കിലോട്ടുള്ളതിന്റെ അളവ് മാത്രം 1 ഇഞ്ച് കൂടുതൽ എടുത്താണ് ചെയ്തേക്കുന്നത്. അത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കൂളിംഗ് ഫാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോണേണ്. അപ്പൊ അതുകൊണ്ടാണ് ബാക്കിൽ ഒരു ഇത്തിരി കൂട്ടിയെടുത്തേക്കുന്നത്. ഇതിന്റെ മെയിനായിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെ പുതിയ ബോക്സ്. ഇത് നമ്മ സ്ക്രാപ്പോടെ നിന്ന് എടുത്ത ബോക്സ്. ഇതിന്റെ അവസ്ഥ ഏകദേശം ഇതിങ്ങനെയായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി പോയി വെള്ളം കയറിയിട്ട്. ഇതിന്റെ ബാക്കിലെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനിയിപ്പോ ഇതിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങള് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളില് ബോർഡ് ഫിറ്റ് ചെയ്യണം, ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോണത് നമ്മുടെ ക്യാമറാമാൻ ആയിരിക്കും. അപ്പൊ പുള്ളി അത് വിശദമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഓരോ ഭാഗമായിട്ട് ചെയ്ത് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ ഫിറ്റിങ്സ് ഒക്കെ എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ വർക്കിംഗ് വീഡിയോസും കൂടി നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ നമ്മുടെ ഏകദേശം ബോക്സിന്റെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ്. അപ്പൊ ഇതിന് അടുത്ത പരിപാടി ഇതിന്റെ ഫിറ്റിങ്സ് ആണ്. അപ്പൊ ആ വീഡിയോ നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ചാനൽ മറക്കണ്ട, എ&എസ് ടെക്നോളജി. അപ്പൊ നിങ്ങള് ചാനല് കയറി കാണുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. അപ്പൊ ഓക്കെ, ബൈ.